ഇങ്ങനെയൊക്കെ ആകാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചു പോകും. കരുണയുള്ളവൻ, അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി വിശേഷണങ്ങളാണ് ദുബായ് ഭരണാധികാരിക്ക് നമ്മുടെ പ്രവാസികൾ നൽകി വരുന്നത്. തന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ചിറകുകൾ നൽകി ആകാശത്തെ കീഴടക്കാൻ അധികാരം നൽകിയ ഭരണാധികാരി ഇപ്പോഴത്തെ വാർത്തകളിൽ നിറയുകയാണ്. ഒരൊറ്റ വീഡിയോ മതി ജീവിതം മാറിമറിയാൻ എന്ന് നമ്മുടെ പ്രവാസികൾ വീണ്ടും തെളിയിച്ചു. ബാൽക്കണിയിൽ നിന്ന് വീഴാറായ ഗർഭിണി പൂച്ചയെ ജീവിതത്തിലേക്ക് എത്തിച്ച പ്രവാസികളെ തേടി എത്തിയത് കാണേണ്ടത് തന്നെ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരൊറ്റ വീഡിയോയിലൂടെ വഴികാട്ടിയായി മാറിയ പ്രവാസികളുടെ ജീവിതം മാറിമറിഞ്ഞു. ദുബായ് തേരയിൽ കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ ഗർഭിണിയായ പൂച്ചയെ താഴെ എത്തിച്ച മലയാളികളടക്കം 4 പേർക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സമ്മാനമായി നൽകിയത് 2 ലക്ഷം ദിർഹം, അതായത് 40 ലക്ഷം രൂപ. വ്യാഴാഴ്ച രാത്രി ഇവരുടെ താമസ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ ഓരോരുത്തർക്കും 50,000 ദിർഹം, അതായത് 10 ലക്ഷം രൂപ വീതം കൈമാറുകയുണ്ടായി. കോഴിക്കോട് വടകര പുറമേരി സ്വദേശി അബ്ദുൾ റാഷിദ്, RTA ഡ്രൈവറായ കോതമംഗലം സ്വദേശി നാസർ മുഹമ്മദ്, മൊറോക്കോക്കാരനായ അഷ്റഫ്, പാകിസ്ഥാൻകാരനായ ആതിഫ് മഹ്മൂദ് എന്നിവർ തുക ഏറ്റുവാങ്ങുകയായിരുന്നു. ഈ മാസം 24-ന് രാവിലെ ദൈറ നായിഫ് ഫ്രിഡ്ജ് മുറാറയിലായിരുന്നു പ്രവാസ ലോകം മുഴുവനും ഏറ്റെടുത്ത സംഭവം നടന്നത്. കെട്ടിടത്തിന്റെ റോഡിന് അഭിമുഖമായുള്ള ബാൽക്കണിയുടെ അരികിൽ കുടുങ്ങി ഭയന്നുപോയ ഗർഭിണിയായ പൂച്ചയെ തൊട്ടടുത്ത് താമസിക്കുന്ന നസീർ മുഹമ്മദ്, അഷ്റഫ്, ആതിഫ് എന്നിവർ ചേർന്ന് തുണി വിരിച്ച് ചാടിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. പൂച്ച പരിക്കൊന്നുമേൽക്കാതെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. ഇത് തൊട്ടു മുൻപിൽ ഗ്രോസറി നടത്തുന്ന അബ്ദുൾ റാഷിദ് വീഡിയോയിൽ പകർത്തി. പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കകം വൈറലായി മാറുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് വീഡിയോ സഹിതം ട്വിറ്ററിൽ അഭിനന്ദന പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങളുടെ മനോഹരമായ നഗരത്തിൽ ദയ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അഭിമാനവും സന്തോഷവുമുണ്ട്. ആഘോഷിക്കപ്പെടാത്ത ആ ഹീറോകളെ തിരിച്ചറിയുന്നവർ നന്ദി പറയാൻ സഹായിക്കൂ എന്നാണ് ട്വിറ്ററിൽ ഷെയ്ഖ് കുറിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് നന്ദി അറിയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകരെ തേടി താമസ സ്ഥലങ്ങളിലെത്തിയിരുന്നു. അന്ന് രാത്രി തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. ദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും പൂച്ചയെ കൊണ്ടുപോവുകയും ചെയ്തു. പൂച്ച രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിനൊപ്പം അധികൃതരിൽ നിന്നുള്ള വിളിയും പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു ഈ സംഘം. ദുബായ് ഭരണാധികാരിയുടെ സമ്മാനം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു. വീട്ടിൽ 3 പൂച്ചകളെ പോറ്റുന്ന തനിക്ക് വളർത്തുമൃഗങ്ങളോടുള്ള വാത്സല്യമാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ പ്രേരണയായതെന്ന് നാസിർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്രോസറി ഷോപ്പ് നടത്തുകയാണ് 25-കാരനായ റാഷിദിന്റെ കടയുടെ മുമ്പിലാണ് സംഭവം നടന്നത്. സമ്മാനമായി ലഭിച്ച തുക എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് 4 പേരും പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.